നമ്മൾ പ്രാർത്ഥനയൊന്നും തടയാനല്ല, നമ്മൾ ഇത് ഇവിടെ ഈ സ്ഥാപനം ഇവിടെ നടത്താൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ കണ്ടീഷൻ. ബഹുമാനപ്പെട്ട ട്രൈബ്യൂണൽ കോടതിയുടെ വിധിയുണ്ട്, എന്റെ കൈവശിരിപ്പുണ്ട്. ഞാൻ ഈ വിധിയുമായി പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞത്, ഞാൻ ഈ കസാറയിൽ ഇന്ന രാഷ്ട്രീയക്കാരായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ പള്ളി പണിയിപ്പിക്കില്ല, നിങ്ങളുടെ ആരാധന നടത്തിക്കില്ല. ഇതാണ് വെല്ലുവിളി. സഭ നടത്താൻ പാടില്ല. ഇത് വടക്കേ ഇന്ത്യ അല്ല. ഇത് ഏതെങ്കിലും ക്ഷേത്രത്തിലോ പൂജാ സ്ഥലങ്ങളിലോ കടന്നു വന്ന് ഇന്നിവിടെ പൂജ വേണ്ട, ഇന്ന് ആരാധന വേണ്ട ഇവിടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കടന്നു വന്ന അതിന്റെ അവസ്ഥ എന്താണ്? ഈ ഓലപ്പാമ്പ് കാണിച്ച് പീച്ചണി കാണിച്ചെന്ന് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന ഈ പീച്ചണികൾ വേറെ എവിടെയെങ്കിലും വെച്ച് നടക്കണം. നീ ആരാണ് ഇവിടെ? ഇത് വടക്കേ ഇന്ത്യയോ? ഇവിടെ പിന്നെ സഭ നടത്താൻ പറ്റൂല, പ്രസ്ഥാനം നടത്താൻ പറ്റൂല. എന്നിട്ടൊരു ഔദാര്യം. ആരാധനയ്ക്ക് ഞങ്ങൾക്ക് എതിരല്ല. എന്റെ ഔദാര്യമൊന്നും ആവശ്യമൊന്നുമില്ല. ഇത് ജനാധിപത്യ രാഷ്ട്രം. ഇത് ഏത് മതത്തിൽ വിശ്വസിക്കാനും പിന്നെ അത് പ്രചരിപ്പിക്കാനും ആരാധന സ്വാതന്ത്ര്യം ഉള്ള ഒരു വർഗീയ രാഷ്ട്രമല്ല ഇത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. മനസ്സിലായില്ലേ? ഈ നിയമം ആരാധിക്കാൻ സമ്മതിക്കാത്ത ദൈവത്തോന്നി ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. റോഡിന്റെ ഓരത്തിലും നടുക്കും പിന്നെ ജനങ്ങളുടെ സ്വസ്ഥത വിഹാരം നഷ്ടപ്പെടുത്തി ശബ്ദകോലാഹലം നടത്തിയൊന്നുമല്ല. ശബ്ദ മലിനീകരണം ഒന്നുമില്ലാതെ മാക്സിമം സൗണ്ട് പ്രൂഫോടുകൂടെ ആരാധന നടത്തുന്ന ഒരു ആരാധന സ്ഥലം. മനസ്സിലായില്ലേ? അവിടെ കടന്നു വന്നിട്ട് ഒരു വിഷയത്തിന്റെ പേരിൽ, ആ വൃദ്ധസദനത്തിൽ നടന്ന ഒരു വിഷയത്തിന്റെ പേരിൽ ഈ പാസ്റ്ററെ വിളിച്ച് പല പ്രാവശ്യം പോലീസ് വിളിച്ച് മൊഴിയെടുത്തു. നിന്റെയൊക്കെ മുമ്പിൽ വെച്ച് ഇനി മൊഴിയെടുക്കണോ? അതില് ആരോപിതരാക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരായി അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിന്റെയൊക്കെ ഉള്ളിലുള്ള അജണ്ട എന്താണ്? അജണ്ട ഇപ്പം നിന്റെ വായിലൂടെ വെളിപ്പെട്ട് വന്നു. എന്താണ്? സഭ നടത്താൻ പാടില്ല. ഇത് വടക്കേ ഇന്ത്യ അല്ല. ഇത് ഒരു ഭരണം നിങ്ങൾക്കുണ്ട് എന്നുള്ള ബോഡി ലാംഗ്വേജിൽ അധികാരം കയ്യിലുണ്ട് എന്ന് അതിനെ ദുർവിനിയോഗം ചെയ്ത് ഈ കാലഘട്ടത്തിൽ വടക്കേ ഇന്ത്യയിലൊക്കെയും ജഡ്ജിമാർ നിയമങ്ങൾ വരെയൊക്കെ നിങ്ങളുടെ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേട്ടയാടപ്പെടുന്നു. സത്യത്തിന് സരസയ്യ മാത്രം എന്ന് നിങ്ങൾ അന്ന് പാടിയത് അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ അത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കത്തക്കവണ്ണം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ദൈവത്തെ ആരാധിക്കണം, നമ്മൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവർ വിചാരിച്ചത് ഇവർ കുറുവടിയുമായി വരുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറിപ്പോകുന്ന. അടിയന്തരമായി നമ്മളുടെ സ്ഥലത്ത് നമുക്ക് ആരാധനാലയം പണിയണം. നമ്മളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്ത് 2.5 ഏക്കർ സ്ഥലം 6 വർഷമായി വാങ്ങിയിട്ടിരിക്കുക. ഒരു മതത്തിന് പ്രവർത്തിച്ചാൽ പോരാ, എല്ലാ മതത്തിനും. കർത്തൃദാസൻ പറഞ്ഞ പോലെ എല്ലാ മതത്തിനും ഇവിടെ പ്രവർത്തിക്കണം. വടക്കേ ഇന്ത്യയിൽ നേരിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവിടെ കുറച്ച് ക്രിസംഖികളൊക്കെ കൂടി കയ്യിലെടുത്ത് നിനക്കൊക്കെ തന്നെ ഇത് കേൾക്കണത് പത്തനംതിട്ടയുള്ള. മനസ്സിലായില്ലേ? നിന്റെ കുറെ കയ്യിലെടുത്തുകൊണ്ട് അകത്തിരുന്നു കൊണ്ട് അജണ്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആരാധനാലയത്തിൽ ഞായറാഴ്ച ആരാധന നടത്താൻ പോവുകയാണ്. പുറത്തിരുന്നുകൊണ്ട് ഇവിടെയൊക്കെ പിന്നെ അങ്ങോട്ട് ആര് പോകണ്ടെന്ന് തീരുമാനിക്കണം. നിനക്ക് ആരിവിടെ അധികാരം നിന്ന് ഇവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പിന്നെ മറ്റേ പൂജാ സ്ഥലങ്ങളിലോ കടന്നു വന്ന് ഇന്നിവിടെ പൂജ വേണ്ട, ഇന്ന് ആരാധന വേണ്ട ഇവിടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കടന്നു വന്ന അതിന്റെ അവസ്ഥ എന്താണ്? ഈ ഓലപ്പാമ്പെന്ന് കാണിച്ച് പേടിപ്പിക്കുക. അത് വേറെ എവിടെയെങ്കിലും നടക്കണോ? അത് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഭരണം ഇരിക്കണ എന്നുള്ള ഹുങ്കില് ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും അധികകാലമൊന്നും പോകത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇവർ വിചാരിക്കുന്നത് ഓമല്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു ഭരണഘടനയുള്ള സ്ഥലം. അങ്ങനെയല്ല. എല്ലാ ആളുകളും ഇന്ത്യൻ ഭരണഘടനയെ മാനിച്ചേ പറ്റൂ. അത് നിങ്ങൾക്കും ബാധകമാണ്, ഞങ്ങൾക്കും ബാധകമാണ്. ഞങ്ങൾ വടിയുമായുധവുമായി വരില്ല, ഒന്നുമായി ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന അവകാശങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇതിൻ്റെ പുറകിൽ സഭ ഒരുമിച്ച്, സഭ മാത്രമല്ല PCI, ഇവിടുത്തെ സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ, ഇവിടുത്തെ ബാക്കി മുഴുവൻ ആളുകളും ഒരുമിച്ച് നമ്മൾ രംഗത്ത് വരും. പ്രിയ സഹോദരി, അടുത്ത ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, എന്ത് അടിത്തറയിൽ എന്ത് ധൈര്യത്തിൽ ആണ് നിങ്ങൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്? ഇവിടെ ഈ പ്രസ്ഥാനം, ഈ സഭ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ സഭയ്ക്കകത്ത് വെച്ച് പീഡനം നടന്നു? അല്ലെങ്കിൽ ഈ സഭയിലെ ബിനു പാസ്റ്റർ പിന്നെ ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയെന്ന് ആരെങ്കിലും ആരോപണം അവർ കടന്നു വന്നോ? ഞായറാഴ്ച ദിവസം സഭാജനങ്ങൾ ആരാധിക്കാൻ അവിടെ ക്രിസ്തുവാർ കടന്നു പോകുമ്പോൾ റോഡിൽ നിന്നുകൊണ്ട് തടഞ്ഞ് അവിടെ കീഴ്വാണം വിടുകയാണ്. ഇവിടെ ഇതിൽ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് എതിരല്ല. ഇതിന്റെ ഔദാര്യം, നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട.
ഇന്ത്യൻ ഭരണഘടന നിയമവ്യവസ്ഥ തന്നിട്ടുള്ള അനുകൂലതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ആ പരിമിതിക്കകത്ത് നിന്നാണ് ഞങ്ങൾ ഇവിടെ ആരാധന നടത്തുന്നത്. പക്ഷേ നിങ്ങളെയൊക്കെ ചിന്തിച്ചു നോക്കുക, വടക്കേ ഇന്ത്യയിലും ഇവിടെ പലയിടങ്ങളില്ല, നിങ്ങൾ ആ പരിധിയും പരിമിതിയും അതിന്റെ അപ്പുറത്തെ മുള്ളുവേലി ലംഘിച്ചുകൊണ്ടല്ലേ ഇവിടെ പല പ്രസ്താവന നടത്തുന്നതും ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നതും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ച് പീച്ചടി കാണിച്ചെന്ന് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് തടയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുപേരെയൊക്കെ ഈ കുറച്ച് പെണ്ണുങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഈ അന്തിമ വിജയമെന്ന് പറയുന്നത് അത് ആത്മശക്തി അകത്തുള്ളവർക്കാണ്. ആ അന്തിമ ജയം, അത്യന്ത ശക്തി ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവും ബോധവുമുള്ള ഭൂരിപക്ഷം വേണ്ട ഒരുത്തൻ മതി അതിന്റെ ഇടയിൽ. മനസ്സിലായ? ഒന്നുകൂടെ പറയാം, ഈ അത്യന്ത ശക്തി മൺകൂടാരം എന്ന ശരീരത്തിനകത്ത് ഉണ്ട് എന്ന തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ മരണമെന്ന് പറയുന്ന നീയൊക്കെ പേടിപ്പിക്കുന്ന ചെറിയ ചെറിയ പീച്ചണി, വടിവാള് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഉമ്മാക്കിയുടെ അപ്പനായ മരണമെന്ന് പറയുന്ന ആ വലിയ ഉമ്മാക്കിയെ ജയിച്ച ആ ആത്മാവ് ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവുള്ള ഒരുത്തൻ മതി. അതിന് ഏഴ് അയലത്ത് നീയൊക്കെ നിക്കത്തില്ല. പറഞ്ഞു കേട്ടില്ലേ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിളയാട് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന ഈ പീച്ചണികൾ വേറെ എവിടെയെങ്കിലും വെച്ച് നടക്കണം. ക്രിസ്ത്യാനികളുടെ അടുത്ത് വേണ്ട എന്ന് വീണ്ടും പറയാൻ താല്പര്യപ്പെടുകയാണ്. പിന്നെ അവിടെ ആരാധന നടത്തുന്നത് ഏതോ ഒരു ആളുടെ കീഴിലെ വാടകയ്ക്ക് അവിടെ നടത്തുകയാണ്. ചിലപ്പോൾ അവരെയൊക്കെ നിങ്ങൾ കയ്യിലെടുത്തെന്നിരിക്കാം, ചിലപ്പോൾ അവിടെ നിന്ന് മാറണമെന്നൊക്കെ നിയമങ്ങൾ പലതും കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊക്കെ എത്ര പ്രതികൂലിക്കുന്നുവോ, എത്ര അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ, അത്രയും ഊർജത്തോടും ഉന്മേഷത്തോടും കൂടെ റോഡില്ലെങ്കിൽ റോഡിൽ, മരത്തിന്റെ ഓട്ടില്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ, മനസ്സിലായില്ല? ആദിമകാലത്ത് മരത്തിന്റെ ചുവട്ടിലും വിജനമായ സ്ഥലങ്ങളിലും ആരംഭിച്ച ഈ സഭയെ ഇതിനേക്കാളും അപ്പുറത്തുള്ള ഉമ്മാക്കികള് പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതിന്റെ ഒരു തരി പോലുമില്ലാത്ത കൊതുക് പോലെ ആയിരിക്കുന്ന നിങ്ങളുടെ ഭീഷണി കൊണ്ട് പേടിക്കാനാ ഈ സ്ഥാപനം ഇവിടെ നടത്താൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ കണ്ടീഷൻ. നിങ്ങൾക്ക് നാണമില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള റോഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തടയും, പ്രസ്ഥാനം നടക്കത്തില്ല. എവിടെ നടക്കാം? ഇവിടെ വടക്കേന്ത്യയിലെ പാവപ്പെട്ട കുറച്ചുപേരെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് വിലപ്പോകത്തില്ല. അതുകൊണ്ട് വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അത് മാറ്റി വേറെ ഇടത്തെങ്കിലും കളിക്കണമെന്നാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറയാൻ വേണ്ടിയുള്ളത്. ആ മേഡം ഒരുപാട് മാനസികമായി ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ നീതിപീഠം അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് തരുമെന്നറിയാം. ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങള് പഞ്ചായത്തിനോട് പറഞ്ഞ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് ഒരു ചർച്ചിന്റെ സ്ഥലം കിട്ടി. പല കാര്യങ്ങൾ പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. ഞങ്ങളത് കോർട്ടിനെ സമീപിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു ആരാധന പണിയാൻ. എന്നിട്ടും അത് തടസ്സപ്പെടുത്തിയ പഞ്ചായത്താ. ബിനു വാഴമുട്ടം പാസ്റ്ററുമായിട്ടുള്ള ഒരു വിഷയം മാധ്യമക്കാർ കയ്യിലെടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചകൾ വേറെ കണ്ടന്റുകളൊന്നും അവർക്കില്ല കഞ്ഞി കുടിക്കാൻ. ഇനിയിപ്പോ അടുത്തൊരു അരിക്കൊമ്പൻ പോലത്തെ ഒരു വിഷയം വരുമ്പോ ഇത് അടിയിലാകും. മാധ്യമ സീസണുകളുടെ ദാരിദ്ര്യമേ. പാസ്റ്റിനകത്ത് പങ്കുണ്ടോന്ന് ചോദിച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പാസ്റ്റിനകത്ത് പങ്കുണ്ടോന്ന് ചോദിച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. വൃദ്ധസദനത്തിൽ നടന്ന വിഷയം നല്ല വൃത്തിയായി പോലീസ് നിയമപരമായി അതിനെ കൈകാര്യം ചെയ്യുകയും ആരോപിതരാകപ്പെട്ട ആൾക്കാരെ പോലീസ് പിടിക്കുകയും ചെയ്തു. അതതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ഈ സഭയുമായും ബിനു വാഴമുട്ടം പാസ്റ്ററുമായിട്ടും കണക്ട് ചെയ്ത് ഏകദേശം 2000-ഓളം വരുന്ന വിശ്വാസ സമൂഹം ആരാധിക്കുന്ന ഒരു ആരാധന ഹാൾ, അവിടുത്തെ അന്തരീക്ഷം, അതിനെ ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം ഇന്നല്ല കുറെ നാളുകളായി, വർഷങ്ങളായി സംഘപരിവാർ അജണ്ടയോടുകൂടെ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ മറ്റിതര പാർട്ടിക്കാരും കൂടെ ചുവട് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ബഹുമാനിയായ ആതിരാമാടം, ഇത് പ്രവർത്തിക്കുന്ന ഓമല്ലൂരും നമ്മുടെ സ്നേഹത്തോളിൽ പ്രവർത്തിക്കുന്ന ചെന്നീർക്കര രണ്ടും രണ്ട് പഞ്ചായത്താണ്. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ബൈറ്റ് കൊടുത്തത് മീഡിയയ്ക്ക്. ഇവിടെ ഞാൻ ആടേക്കോ കയ്യിൽ നിന്ന് വസ്തു വാങ്ങി അതിൻ്റെ രേഖ സഹിതം ഞാൻ മീഡിയയ്ക്ക് അടുത്ത ദിവസം കൊടുക്കും.
എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ പദയാത്ര നടത്തി. എന്തിന്? ഞാൻ പ്രതിയല്ല, എനിക്കെതിരെ FIR ഇല്ല, എനിക്കെതിരെ എന്നിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരു കാര്യവും എനിക്കെതിരെ ഇല്ല. ഈ കാര്യങ്ങൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ, സത്യമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. അപ്പോ അവിടെ ഇന്ന് ഈ നടന്ന യഥാർത്ഥ വിഷയം ഒന്ന്, ഈ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വിഷയം മറ്റൊന്ന്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ തന്നെ പറയുകയാണ് ഇദ്ദേഹത്തിന് ഇതുമായിട്ട് പങ്കുണ്ടോ എന്ന് അവർക്ക് അറിയത്തില്ല എന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ദുരൂഹമായ ഒരു വിഷയം ഇവർ ശത്രു പക്ഷം കാത്തിരുന്നു. എന്താണ് ഉദ്ദേശം? വൃദ്ധസദനമോ അവിടെ എന്തുവാ പിന്നെ കുട്ടികളെ അടിച്ചെന്നോ പിടിച്ചെന്നോ ഇതൊന്നുമല്ല ഒരു വിഷയം. ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തതും, പിന്നെ ഈയിടയ്ക്ക് ഇതിപ്പോ വാർത്തയായിട്ട് അവിടെ ഒരു അമ്മച്ചിക്ക് പിന്നെ പാല് വാങ്ങിക്കാൻ വാങ്ങിച്ച പൈസ കൊടുത്തില്ലെന്ന്. നേരത്തെ വന്ന ആരോപണം എന്താണ്? അവിടെ ഉള്ളവർക്ക് വേണ്ടമണ്ണുള്ള ഭക്ഷണം കൊടുത്തില്ലെന്നാണ്. ഒരു മാസം 5000 രൂപ പാലിന്റെ ചാർജ്. അപ്പൊ എന്തായിരുന്നാലും പാല് കുടിച്ചവർ ജീവിക്കുന്നു എന്ന് അറിയാമല്ലോ. പാലിന്റെ പൈസയ്ക്ക് വേണ്ടിയില്ലേ അമ്മച്ചി ഇവിടെ വന്ന് നിന്നത്. അപ്പോ പിന്നെ പറയുന്നതായിട്ടു ഏതോ ഒരു സഹോദരി അവിടെ പാർശ്വപേരിൽ വസ്തു എഴുതി കൊടുത്തെന്ന്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ പേരില് ഇങ്ങനെ കടന്നു വന്നവരുടെ ആരുടെയും വസ്തു അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല. വെറും ഈ മാധ്യമങ്ങളെ ആവശ്യമില്ലാതെ ഒരു വാർത്ത കേട്ട് യവന്മാരെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നതിന്റെ മറു കുറെ സ്ലാങ്ങിലൊക്കെ ഇങ്ങനെ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ധർമ്മം എവിടെ? പ്രിയരെ, ഇതിന്റെ ഒരു കണ്ടന്റ് ഈ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് നടന്നൊരു വിഷയം നിയമപരമായി പോലീസ് അതിനെ കൈകാര്യം ചെയ്തു. വൃത്തിയായി വൃദ്ധസദനത്തിലെ വിഷയത്തെ കൈകാര്യം ചെയ്ത് ഈ ആരോപിക്കപ്പെട്ടവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിന്റെ വിചാരണയും മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതി ഉന്നയിച്ചവർ വരെ തന്നെ പറയുന്നു ഈ പാസ്റ്റർ ആ വൃദ്ധസദനത്തിലേ വരുന്നില്ലെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥാപനം, ഇപ്പം അമൃതാനന്ദമയിക്കും ഇവിടുത്തെ യോഗ സെന്റർ അല്ലെങ്കിൽ രവിശങ്കർ പിന്നെ നിറയെ പിന്നെ മതാധ്യക്ഷന്മാർ അവരുടെ കീഴിലൊക്കെ ഒരുപാട് ആശ്രമങ്ങളും അനാഥാലയങ്ങൾ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് നടക്കുന്ന ഒരു പൊട്ടു വിഷയത്തിന്റെ പേരില് അതിന്റെ ഫൗണ്ടറിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയം? ഇപ്പൊ രാഷ്ട്രീയത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ഏതെല്ലാം MDMA കേസുകളിലും BJPയിലെ ചില ലോക്കൽ നേതാക്കന്മാര് പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പീഡനത്തിന്റെ പേരിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് ഈ പാർട്ടി അധ്യക്ഷന്മാര് അതിൽ കുറ്റം ചെയ്തു എന്നുണ്ടോ? അവരിലേക്ക് നിയമത്തെ വളച്ചൊടിക്കുന്നത് എന്തിനർത്ഥമാണ്? അതേപോലെയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അനേക സാമൂഹ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആതുര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സ്കൂൾ അധ്യയനത്തിലൊക്കെ തന്നെ എത്രയോ കുട്ടികൾക്കാണ് പഠന സഹായം ചെയ്തത്. കൊറോണ സമയത്ത് എത്ര പേർ, അത് അക്രൈസ്തവർ ഉൾപ്പെടെ. അപ്പൊ ഇതിനെയൊന്നും പുറത്തു കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പോ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി വളർന്നു വരുന്നു, അദ്ദേഹത്തിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാൻ ഏതോ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്ന് മാർച്ച് നടത്തി ഇവിടെ ഉണ്ടാക്കി. എന്താണ് ഉദ്ദേശം? പൊളിക്കാൻ പറ്റുമോ അത്? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഒരു മതസ്ഥാപനങ്ങളും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. എല്ലാം എത്രയോ പ്രാവശ്യം പൊളിഞ്ഞു പോകേണ്ടതായിരിക്കുന്നു. മാർച്ച് നടത്തുന്നു. ഇപ്പൊ ഇവർ മാത്രം BJP മാത്രം മറ്റിതര പാർട്ടിക്കാരും വരെ നടത്തുകയാണ്. അപ്പോ എത്രത്തോളം ഇവരുടെ ഉള്ളങ്ങളിലാത്തിരിക്കുന്ന വിഷയം, ഏതൊരു സാമൂഹ്യ സ്ഥാപനം ഏതൊരു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നടന്നാലും അതിനകത്ത് 24 നിമിഷവും കണ്ണുനട്ടിരുന്ന് കണ്ണിമയോടുകൂടെ ഇരിക്കാനെന്ന് നേതൃത്വത്തിന് ആർക്കും ഒന്നും പറ്റത്തില്ല. പലരെ ഏൽപ്പിക്കും, പലയിടങ്ങളിലൊക്കെയും വിഷയങ്ങൾ നടക്കും. ഈ വിഷയം അവിടുത്തെ ഈ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രമായിരിക്കില്ല, പല കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പലതുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട
ആരോപണം ഉന്നയിച്ച അവരുടെ ബാക്ക്ഗ്രൗണ്ട്, കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്, അതൊന്നും പറഞ്ഞ് ഞാൻ വ്യക്തിഹത്യ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഒരു നിയമപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നടക്കുകയാണ്. അതിനെ വിനു പാസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ 2000-ഓളം വരുന്ന വിശ്വാസ സമൂഹത്തെയും ആരാധനാലയത്തെയും സഭയെയും തകർക്കുവാൻ അദ്ദേഹം 1.5 ഏക്കർ വസ്തു അവിടെ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ആരാധനാലയം നടത്തണം. ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസികളുടെ അനിവാര്യതയാണ്. എല്ലാ മതത്തിനും ആരാധനയുണ്ടെങ്കിൽ, വിശ്വാസികളുണ്ടെങ്കിൽ ഒരു ആലയം ആവശ്യം. ഇതവിടെ വരരുത്. ഇത് മുൻനിർത്തി അധികാരികളും എല്ലാവരും ആസൂത്രണമായിട്ട് ഒരവസരം തക്കത്തിൽ നോക്കി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി, അതിന് ക്രിസ്തീയ മാമാ ചാനലുകളും യൂട്യൂബർമാരും ഇദ്ദേഹത്തോട് പകയുള്ളവരും എന്നോ ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ കണ്ടന്റാക്കിയിട്ട് പ്രസംഗിച്ചവര്, വിമർശിച്ചവര് വീണ്ടും വീണ്ടും അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ കാര്യമുണ്ടെങ്കിൽ അവഹേളിച്ചു കഴിഞ്ഞാൽ അതിലൊരു മോടി ഉണ്ടായിരിക്കും. പക്ഷേ കാര്യമില്ലാതെ ഒരു വിഷയത്തിൽ അവഹേളിച്ചു കഴിഞ്ഞാൽ ആരാണോ അവഹേളിക്കപ്പെടുന്നത് അവരുടെ മാറ്റം മൂല്യവും വർദ്ധിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യമില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ അനങ്ങുന്നില്ല ഈ വിഷയത്തിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ഓമല്ലൂർ പഞ്ചായത്ത് ചെയ്യുന്ന അനീതികൾക്കെതിരെ സഭ രംഗത്തിറങ്ങാൻ പോവാം, കർത്തൃദാസന്മാർ രംഗത്തിറങ്ങാൻ പോവാം. അതിനുവേണ്ടിയുള്ള നമ്മൾ ഇതുവരെ മൗനമായി, ഇനിയും നമ്മൾ മൗനമായിരിക്കുന്നില്ല. പാസ്റ്റർ ബിനുവിന്റെ ആരാധനാ കേന്ദ്രത്തിന് മുന്നിൽ സംഘടിച്ച് BJP ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ. പ്രാർത്ഥനാ കേന്ദ്രം തുറക്കാൻ അനുവദിക്കില്ലെന്ന് BJP പ്രവർത്തകർ. അല്ല, ഈ സംഘപരിവാറിലെ പലരും മാർച്ച് നടത്തുന്നു, പൂട്ടിക്കുന്നു, പല അഹോരാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കുരുതി അവിടെ നടന്നു 2022 എത്രയാണെന്ന് തോന്നുന്നു, മനുഷ്യക്കുരുതി. ഈ പ്രദേശങ്ങളിൽ മുമ്പ് വാർത്ത വന്നല്ലോ. ഇതിനെതിരെ നീക്കുന്നുണ്ട് പ്രതികരിക്കാൻ പോകത്തെ? അല്ലെങ്കിൽ പോട്ടെ, വെള്ളാപ്പള്ളി നടേശ്വരം മൈക്രോഫോൺ 15 കോടി എന്തൊക്കെ ഒരു ആരോപണം വന്നു, പാവപ്പെട്ടൊരു ബന്ധപ്പെട്ട ആരോപണം. അതിനെ അപ്പൊ അതിനൊക്കെ എന്തിനാണ് നീ പ്രതികരിക്കാൻ പോകാത്ത? പിന്നെ ഒരു ആട്ടോ ഡ്രൈവർ മന്ത്രവാദി 2 കുട്ടികളെ പീഡിപ്പിച്ചിറങ്ങി ഓടിയെന്നോ? എന്തെല്ലാം വിഷയം ആ സമീപ പ്രദേശങ്ങൾ വന്നിട്ട് അവിടെയൊന്നും നിങ്ങളാരും പോയാൽ നിങ്ങൾക്ക് വിവരം അറിയും. ഇതെന്ന് പറയുമ്പോ പ്രതികരിക്കില്ല. യവന്മാര് ഇത് പ്രതികരിക്കില്ല, തിരിച്ചടിക്കില്ല എന്നൊക്കെ ഉള്ള ചിന്തിച്ച് അവന്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തലയിൽ കയറുന്ന ആണത്വമല്ല. പരാക്രമം ബലഹീനരെടുക്കലല്ല വേണ്ടത്. ആര് പറഞ്ഞു? യേശുവല്ല പറഞ്ഞത്. ശ്രീകൃഷ്ണൻ കംസനോടാണ് പറഞ്ഞത്. പരാക്രമം സ്ത്രീകളോടല്ല, ബലഹീനരെടുക്കലല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിൽ ഒരു നിയമം, അതാത് പഞ്ചായത്തിൽ ഒരു നിയമം നടപ്പാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും അതാത് പഞ്ചായത്ത് പ്രസിഡന്റ് നിയമം ചെയ്യണ്ടേ? ഓമലൂർ പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് വന്ന് ചെന്നീർക്കര പഞ്ചായത്തിൽ വന്ന് കാണിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് കണ്ടത്. ഞങ്ങൾ അതിന്റെ നിയമം, അതിന്റെ കാര്യങ്ങളെല്ലാം ഓൾഡ് ഏജ് ഹോമിന്റെ, ഓർഫനേജിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സഭയെ തച്ചുടയ്ക്കുവാൻ, തകർക്കുവാൻ ആസൂത്രണം ചെയ്ത് അതിനുവേണ്ടി ഒരു വിഷയത്തെ കാത്തിരുന്ന് ചെകഞ്ഞുകൊണ്ട് ഇങ്ങനെ വേട്ടയാടുന്നത് അത് വളരെ അപക്വമാണ്. തരംതാണ നിലയിലുള്ള ഒരു പ്രവർത്തനമെന്ന്, അത് സാമൂഹികമായ പ്രവർത്തനം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പറ്റിയ സ്വഭാവം ഒന്നും അല്ല. അത് മനസ്സിലായില്ലേ? ഇപ്പോ ആ സ്ഥാപനത്തിൽ നടന്ന വിഷയത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും ചിലപ്പോൾ വിഷയമുണ്ടായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് അടിയുണ്ടായിരിക്കാം, ചിലപ്പോൾ ശിക്ഷാമാർഗങ്ങൾ, അതൊക്കെ പോലീസ് തീരുമാനിക്കട്ടെ. ആ കാര്യം വൃത്തിയായിട്ട് അവർ ചെയ്തു കഴിഞ്ഞല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. വീണ്ടും അദ്ദേഹത്തെ ആരാധന പൊളിക്കും, ആരാധനയ്ക്ക് ഇനി പ്രവേശിക്കത്തില്ല, ഞായറാഴ്ച കാണാം. ഈ നിലയിലൊക്കെയുള്ള ഓലപ്പാമ്പ് അതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ തിരിച്ച് ക്രിസ്ത്യാനികൾ അങ്ങോട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നോക്കി നാളെ പൂജ നടക്കണ കാണാം, നാളെ നിന്റെയൊക്കെ ഇവിടത്തെ ഉത്സവം നടക്കണ കാണാം എന്ന് വെല്ലുവിളിച്ച് ഒരു കാര്യമായ വിഷയത്തിൽ പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ നിന്റെയൊക്കെ ആരാധന പൊളിക്കും, അത് അനുവാദം തരില്ല, അത് പള്ളി വെക്കാൻ അനുവാദം തരില്ല എന്ന നിലയിലൊക്കെ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഈ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ വർഗീയ അജണ്ടയോടുകൂടെ നിങ്ങൾ ചെയ്യുന്നത് പരിതാപമാണ്.
മനസ്സിലായി? ഇത് മനുവിന്റെ കാലഘട്ടമല്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഈ സഭ പണിയപ്പെട്ടത് കോൺക്രീറ്റിലോ ബിൽഡിങ്ങിലോ പുസ്തകത്തിലോ ഏതോ ഒന്ന് രണ്ട് ലൈബ്രറിയിൽ ഒതുങ്ങുന്ന ആശയങ്ങളിലോ ഇമോഷണലിലോ ഒരു ഭയത്തിലോ, ചിലപ്പോൾ ഭയത്തിൽ നിന്ന് മതമുണ്ടായത്, ഭയത്തിൽ ഒന്നുമല്ല. ക്രിസ്തു എന്ന അടിസ്ഥാനം, ക്രിസ്തു വചനമായിരുന്ന ദൈവം ഭാഗം ഭാഗമായി വെളിപ്പെട്ടു, ജഡമായി യേശുവായി, അവൻ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ആത്മാവായി, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ ജീവനായി, ഏറ്റവും വലിയ സത്യമായി രഹസ്യമായി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവായി, ലോകത്തിലെ ഏറ്റവും വലിയ ഓലപ്പാമ്പായ മരണത്തെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിലെ ഈ വടിവാള്, അതിന്റെ കീഴിലെ ഈ ഓലപ്പാമ്പ്, അതിന്റെ കീഴിലെ ഞങ്ങൾ പള്ളി പൊളിക്കും, നിയമത്തെ എടുത്ത് വളച്ചൊടിക്കുന്നതും നിങ്ങളുടെ പീച്ചടിയും മുദ്രാവാക്യം, ഇതിന്റെ കീഴിൽ അതിന്റെയൊക്കെ LKG അംഗനവാടിയിലേ വരുള്ളൂ. അതിന്റെ ഏറ്റവും PhD ലഭിച്ച തലമാണ് മരണം. ആ മരണം, ആ മുള്ളിനെ പിഴുതു മാറ്റിയ ഈ മാർഗം, ഇതിനെ തളച്ചിടുവാൻ എത്രയോ ഉരുക്കു സാമ്രാജ്യങ്ങൾ, എത്രയോ എണ്ണം ശ്രമിച്ചു. അതിന്റെ ഇടയിലാണ് ഈ കൊതുകൾ, ഇതൊക്കെ എല്ലാം. അതിനൊക്കെ കഴുതയുടെ പേര് പറഞ്ഞാലും അതിനൊരു അന്തസ്സുണ്ട്, കരഞ്ഞ് കരഞ്ഞ് തീർക്കുന്ന കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഇത് അങ്ങ് മാറ്റിപ്പിടി. പള്ളിയെ, ബിൽഡിങ്ങിനെ പൊളിക്കാം, കോൺക്രീറ്റിനെ പൊളിക്കാം, അല്ലെങ്കിൽ കൂര വാടകയ്ക്ക് എടുക്കുന്ന അവന്മാരെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ പേപ്പറിനെയോ ട്രസ്റ്റോ FCRയോ ഈ പേപ്പറുകൾ, ഇതൊക്കെ എല്ലാം മണ്ണ് തുരുമ്പിലൊക്കെ പോകുന്നതല്ലേ. മണ്ണും തുരുമ്പും പോകുന്നതിനെയൊക്കെ നിനക്ക് നശിപ്പിക്കാം, ദേഹത്തെ നശിപ്പിക്കാം, അടിക്കാം. പക്ഷെ ദേഹത്തെയും ദേഹിയെയും കർത്തൃത്വമുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉൾക്കൊണ്ട ഒരുവൻ, അവനോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ശരീരമായ സഭയെ തകർക്കാൻ ഒരു ജന്മമല്ല, ഒരു മനുഷ്യായുസല്ല, 100 മനുഷ്യായുസ് ഇരുന്നാലും കഴിയത്തില്ല. അതുകൊണ്ട് വിഷയം മാറ്റിപ്പിടി. ഇവിടെ വിനു വാഴമുട്ടം പാസ്റ്ററുടെ വ്യക്തിപരമായ മഹത്വമോ പുകഴ്ചയോ ഒന്നും പറയാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അവിടെ നടന്ന വിഷയത്തിൽ എന്തെങ്കിലും നിയമപരമായിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. ഇനിയും ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ അവരെ നിർത്തില്ല. ഇല്ല, ഞങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല, അനീതി ചെയ്യുന്നവരുമല്ല, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവർ. പക്ഷേ ആ വിഷയത്തെ വളച്ചൊടിച്ച് ബിനു പാസ്റ്റർ എന്ന വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും സഭയിലേക്കും വിശ്വാസിയിലേക്കും ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്കും കടന്നു കയറാവുന്ന ഈ കാലഘട്ടത്തിന്റെ വർഗീയ ശ്രമം, അജണ്ട നടക്കത്തില്ല എന്ന് ഒരിക്കൽ കൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ചെറുപ്പക്കാരനെ ഇന്ന് രാവിലെ ഓമല്ലൂർ പഞ്ചായത്ത് മെമ്പർ തല്ലി, അതിന് സമാധാനം പറയണം. ഞങ്ങളുടെ ഒരു കുഞ്ഞിന്റെ ദേഹത്തും തൊടാൻ പറ്റില്ല. ഞങ്ങൾ ആരെ ഉപദ്രവിക്കുന്നവരല്ല, ഞങ്ങൾ ആയുധമെടുക്കുന്നവരല്ല.